നമസ്കാരം. മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഇനി പങ്കുവയ്ക്കാനുള്ളത് മഴ മുന്നറിയിപ്പാണ്. ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളത് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വരുന്ന 3 മണിക്കൂറിൽ, അതായത് വരും മണിക്കൂറുകളിൽ കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജാഗ്രതയോടെ ആയിരിക്കുക. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ന് 12-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവർ ജാഗ്രതയോടെ ആയിരിക്കുക. പ്രത്യേകിച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ചൂട്, അതിൽ നിന്ന് കൊടും ചൂടിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസമാണ് നമുക്ക് ഈ മഴയിലൂടെ കിട്ടുന്നത്. ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളതെന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ വലിയ ആശ്വാസമായിരിക്കും മഴയിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ കരുതലും ഉണ്ടായിരിക്കണം. 9 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ്. 10-ാം തീയതി നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളത്. 11-ാം തീയതി കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 12-ാം തീയതി എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നതുള്ളത്? എപ്പോഴും പറയാറുള്ളതാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജാഗ്രതയോടെ ആയിരിക്കുക. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ 9, 10 തീയതികൾ, അതായത് ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. അതുപോലെ തന്നെ ഇന്ന് നാളെയും കന്യാകുമാരി പ്രദേശം, ലക്ഷദ്വീപ് പ്രദേശം, മധ്യകിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മേൽ പറഞ്ഞ തീയതികളിൽ ആ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ഇനി മഴ മുന്നറിയിപ്പ് ഒരു വശത്ത് നിൽക്കട്ടെ, നമ്മളിനി ചൂട് മുന്നറിയിപ്പ് കൂടി. അതായത് എല്ലാ ജില്ലകളിലും ഒന്നും മഴയില്ല. അതുകൊണ്ട് തന്നെ ചൂടുള്ള ജില്ലകൾ, ചൂടിപ്പോഴും തുടരുന്ന ജില്ലകളുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായിരിക്കുക ചൂടുള്ള ജില്ലകളിലുള്ളവർ. അതേസമയം ഇനി മൺസൂൺ നോക്കാം. എവിടെ എത്തി മൺസൂൺ എന്ന് നോക്കാം. ഇന്ത്യയിൽ ഈ വർഷത്തെ കാലവർഷം കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മൺസൂൺ. എന്തായാലും ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ്, പ്രവചനങ്ങളാണ് മൺസൂണുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തീരത്ത് ജൂൺ 1 കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് ഈ മാസത്തിൻ്റെ അവസാനത്തോടെ എത്തുമെന്നാണ്. എന്തായാലും വേഗം തന്നെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ അനുഭവപ്പെടുന്ന വേനൽ മഴയും ഇടിമിന്നലും കൃത്യസമയത്തുള്ള മൺസൂണിൻ്റെ സൂചനകളായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാലവർഷത്തിന് മുന്നോടിയായുള്ള ഇടിമിന്നലോടുകൂടിയ മഴയാണ്, അതായത് പ്രീ മൺസൂൺ തണ്ടർ സ്റ്റോംസ് ആണ് കേരളത്തിലും തമിഴ്നാട്ടിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പലയിടത്തും ഇടിമിന്നലോട് കൂടിയ മഴയുണ്ട്. ഇനിയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട് കേരളത്തിന് മുന്നിൽ. അതൊക്കെ നല്ല രീതിയിൽ കാലവർഷം കിട്ടുമെന്നതിൻ്റെ മുന്നോടിയായുള്ള സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. അന്തരീക്ഷം ഒരു ഋതുവിൽ നിന്നും മറ്റൊരു ഋതുവിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം മഴയും മിന്നലും ഉണ്ടാകുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വരുന്ന 7 ദിവസങ്ങളിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മഴ തുടരുമെന്ന് ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള മഴമേഘങ്ങളുടെ സഞ്ചാരം വടക്കോട്ട് നീങ്ങുന്നതോടെ ജൂൺ ആദ്യവാരത്തിൽ തന്നെ കേരളത്തിൽ മഴ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. മെയ് 8-ാം തീയതിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂപ്രദേശത്ത് കാലവർഷം ആദ്യം എത്തുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ മഴ തുടങ്ങും. ഇത് കേരളത്തിലേക്ക് മൺസൂൺ എത്തുന്നതിന് മുന്നോടിയായുള്ള പ്രധാന ഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
കൂടാതെ ഈ ഓസ്ട്രേലിയയിലെ കാലാവസ്ഥയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതും ശ്രദ്ധേയമാണ്. ഈ മാറ്റങ്ങളും ഇന്ത്യയിലെ കാലവർഷത്തിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന ശക്തമായ അടയാളങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ വരണ്ട കാലാവസ്ഥ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള മഴക്കാറ്റുകളുടെ പ്രവാഹത്തിലേക്ക് വഴിയൊരുക്കും. ഓസ്ട്രേലിയ മഴക്കാലം അവസാനിക്കുന്നത് ഇന്ത്യയിലെ കാലവർഷം കൃത്യസമയത്ത് എത്തുന്നതിനുള്ള സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവിടുത്തെ മഴക്കാലം അവസാനിച്ചതായിട്ട് അറിയിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയിലെ മഴ അവസാനിക്കുന്നതോടെ മഴ വലയത്തിന്മേലുള്ള തെക്കൻ സ്വാധീനം കുറയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ തെക്കൻ സ്വാധീനം കുറഞ്ഞ് അത് വടക്കോട്ട് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് സമീപം ഭൂമിയെ മുഴുവനായി ചുറ്റിക്കിടക്കുന്ന മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളുടെയും ഈർപ്പത്തിൻ്റെയും വലിയൊരു വലയത്തെയാണ് അദൃശ്യ മഴ വലയം എന്ന് വിദഗ്ധർ വിളിപ്പേരിട്ടിരിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഇത് സമുദ്രത്തിൽ നിന്ന്, അതായത് ഈ അദൃശ്യ മഴ വലയം സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിനെ ദക്ഷിണേഷ്യയിലേക്ക് നയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രക്രിയയാണ് അദൃശ്യ മഴ വലയം ചെയ്യുന്നത്. ഈ മഴ വലയമാണ് ഇന്ത്യയിലേക്ക് കാലവർഷം എത്തിക്കുന്നത്. എന്തായാലും അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ നീങ്ങി തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥ വിദഗ്ധരൊക്കെ അത് അത്തരത്തിലാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ ഒരു മഴ വലയം നിലവിലായിരിക്കുന്നത് ഭൂമധ്യരേഖ കടന്ന് മാലിദ്വീപിന് സമീപത്താണ് ഈ മഴ വലയം ആയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ മഴ വലയം ശ്രീലങ്കയിലേക്കും ആൻഡമാനിലേക്കും നീങ്ങി തുടങ്ങുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. മെയ് മുതൽ സെപ്റ്റംബർ വരെ ഓസ്ട്രേലിയ വരണ്ട കാലാവസ്ഥയായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ മഴ കിട്ടുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മൺസൂണിൻ്റെ വരവിനായുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് മൺസൂണിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴമേഘങ്ങൾ അതിൻ്റെ കൃത്യമായ പാതയിലാണെന്നും വരും ആഴ്ചകളിൽ ഇന്ത്യയിലുടനീളം മഴ പെയ്തു തുടങ്ങുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആഗോളതലത്തിലുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്കും മഴ ലഭ്യതയ്ക്കും അനുകൂലമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.